വിശദമായ വാർത്തയിലേക്ക്. ജമാഅത്തെ ഇസ്ലാമിയും PDPയും കയറി വന്നാൽ നാടിന്റെ സമാധാനം നശിക്കുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. പ്രീണന രാഷ്ട്രീയമാണ് ഇടത് വലത് മുന്നണികൾക്ക്. എന്നാൽ NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജിന് അവസരം നൽകിയാൽ പ്രകടന പത്രികയിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുമെന്നും രാജീവ് ചന്ദ്രശേഖർ NDA പ്രകടന പത്രികയുടെ പ്രകാശന വേളയിൽ വ്യക്തമാക്കി. നിലമ്പൂർ ആശുപത്രിയെ ക്യാൻസർ സ്പെഷ്യാലിറ്റി ആശുപത്രിയാക്കും. നിലമ്പൂരിന്റെ റെയിൽവേ വികസനം സാധ്യമാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 43 കൊല്ലം UDF-നും 17 കൊല്ലം LDF-നും അവസരം കൊടുത്തിട്ടുണ്ട്. അവര് എല്ലാ ഇലക്ഷനിലും ഒരു മാനിഫെസ്റ്റോ മുമ്പോട്ട് വെച്ച് അതേ മാനിഫെസ്റ്റോ ഒന്നും ചെയ്യാതെ അടുത്ത ഇലക്ഷനിൽ കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്തിട്ട് പിന്നെയും റിലീസ് ചെയ്തു. പക്ഷെ ഈ തെരഞ്ഞെടുപ്പ് ഒരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ്. കാരണം ആദ്യമായിട്ടാണ് വികസിത നിലമ്പൂരിന്നൊരു കാഴ്ചപ്പാടുന്നൊരു രൂപരേഖ ചെയ്യാൻ പോകുന്നൊരു പാർട്ടി മുമ്പോട്ട് വയ്ക്കുന്നത്. അതാണ് BJP NDA, അതാണ് അഡ്വക്കേറ്റ് മോഹൻ ജോർജിന്റെ കാഴ്ചപ്പാട് ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുകയാണ്. അരുൺ, ജമാഅത്തെ ഇസ്ലാമിക്കും PDPക്കും അടക്കം വലിയ വിമർശനം തന്നെയാണ് BJP സംസ്ഥാന അധ്യക്ഷന്റെ ഭാഗത്തിനുമുണ്ടായതൊപ്പം BJPയുടെ പ്രകടന പത്രികയിലെ മറ്റു വാഗ്ദാനങ്ങളും ഏതൊക്കെയാണ്? സുരേഷ്, അല്പസമയം മുൻപാണ് BJPയുടെ നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയായ മോഹൻ ജോർജിൻ്റെ പ്രകടന പത്രിക പ്രകാശനം ചെയ്തത്. BJP സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ് ഈ പ്രകടന പത്രിക പ്രകാശനം നിർവഹിച്ചത്. ഏതായാലും ഈ പ്രകടന പത്രികയിൽ നിലമ്പൂരിൻ്റെ കാതലായ വികസന പ്രശ്നങ്ങൾ അത് ഓരോന്നും അക്കമിട്ട് തന്നെ പറയുന്നു എന്നുള്ളതാണ്. ആ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണുന്നതിന് വേണ്ടി BJP തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അതൊക്കെ പരിഹാരം കാണും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ മലയോര മേഖലയിലെ ജനങ്ങളുടെ പ്രശ്നം അതിനൊരു ശാശ്വത പരിഹാരം കണ്ടെത്തും. ഒപ്പം തന്നെ കഴിഞ്ഞ പ്രളയകാലത്ത് നശിച്ച നിരവധി പാലങ്ങളും മറ്റുമൊക്കെ ഉണ്ട്. അതെല്ലാം പുനർനിർമ്മാണം നടത്തുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമൊക്കെ മോഹൻ ജോർജിനെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അതെല്ലാം പരിഹരിക്കും എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഈ 3 കാര്യങ്ങൾ ഈ 6 മാസത്തോളമാണ് ഇനിയിപ്പോൾ മോഹൻ ജോർജ് തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ 6 മാസത്തോളമാണ് അദ്ദേഹത്തിന് ആ ഒരു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപായിട്ടുള്ള സമയം ലഭിക്കുക. ആ 6 മാസത്തിനുള്ളിൽ പ്രധാനമായിട്ടും 3 കാര്യങ്ങൾ അത് തങ്ങൾ നടപ്പാക്കും എന്നുള്ളതാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. ഒന്ന്, നിലമ്പൂരിൻ്റെ റെയിൽവേ വികസനമാണ്. നിലമ്പൂർ നഞ്ചങ്കോട് റെയിൽപാതയൊക്കെ വലിയ ആവശ്യമാണ് നിലമ്പൂരിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ ആ നിലമ്പൂരിൻ്റെ റെയിൽവേ വികസനം സാധ്യമാക്കും എന്നുള്ളതാണ് അതിൽ ഒരു കാര്യം. മറ്റൊന്ന്, നിലമ്പൂരിൽ നിന്ന് ഗൂഡല്ലൂരിലേക്കുള്ള പാത, ആ പാതയെ ദേശീയ പാതയാക്കി മാറ്റും. അതിന് തങ്ങൾ ഉറപ്പ് നൽകുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യമായിട്ട് അദ്ദേഹം പറയുന്നത്. മൂന്നാമത്തെ കാര്യമായി പറയുന്നത് നിലമ്പൂർ ആശുപത്രിയെ ക്യാൻസർ സ്പെഷ്യാലിറ്റി ആശുപത്രിയാക്കി മാറ്റുക എന്നുള്ളതാണ്. ഈ 3 കാര്യങ്ങൾ തങ്ങൾ ഉറപ്പ് നൽകുന്നു. ഈ മോഹൻ ജോർജിനെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഈ 3 കാര്യങ്ങൾ 6 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കും എന്നുള്ളത് ഉറപ്പ് നൽകുന്നു എന്നുള്ളതാണ് BJP പ്രകടന പത്രികയിൽ പറയുന്നത്. പ്രകടന പത്രികയുടെ പ്രകാശന സമയത്ത് BJPയുടെ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖരും പറഞ്ഞത്. ഒപ്പം തന്നെ നേരത്തെ സുരേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമി PDP ഈ 2 വർഗീയ കക്ഷികളെ പ്രീണിപ്പിക്കുന്ന ഇടത് രാഷ്ട്രീയത്തിനെതിരെയും രാജീവ് ചന്ദ്രശേഖർ രൂക്ഷ വിമർശനം ഉന്നയിക്കുകയുണ്ടായി. കാരണം ഈ ഇടതുപക്ഷവുമാണെങ്കിൽ PDPയെ ഒരു വശത്തെ പ്രീണിപ്പിക്കുന്നു, മറുവശത്ത് ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിച്ചുകൊണ്ട് UDFും പ്രീണന രാഷ്ട്രീയം കളിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം വലിയ വിമർശനമായിട്ട് ഉന്നയിച്ചത്. മാത്രമല്ല പ്രിയങ്ക വാദ്ര ഇന്നും നാളെയുമായിട്ട് നിലമ്പൂരിലുണ്ട്. അതുകൊണ്ട് തന്നെ പ്രിയങ്ക വാദ്രയോടും 3 ചോദ്യങ്ങൾ തനിക്ക് ചോദിക്കാനുണ്ട് എന്നുള്ളതാണ് രാജീവ് ചന്ദ്രശേഖർ ഈ ഒരു പ്രകടന പത്രികയുടെ പ്രകാശന സമയത്ത് പറഞ്ഞത്. അതിലൊന്ന്, രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കെതിരെ നിലകൊള്ളുന്ന ജമാഅത്തെ ഇസ്ലാമിയെ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ പരസ്യമായി പിന്തുണയ്ക്കുമ്പോൾ എന്തിനാണ് നിങ്ങളും നിങ്ങളുടെ സഹോദരനും എപ്പോഴും ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന കാപട്യം കാണിക്കുന്നത് എന്നുള്ളതാണ് ഒരു ചോദ്യമായി അദ്ദേഹം ചോദിച്ചത്. രണ്ടാമത്തെ കാര്യം, ഈ ജമാഅത്തെ ഇസ്ലാമിയെ ഏറ്റവും അപകടകാരിയായ സംഘടന എന്ന് വിശേഷിപ്പിച്ചത് നിങ്ങളുടെ തന്നെ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിയാണ്. ആ ഉമ്മൻചാണ്ടിയുടെ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നില്ലേ എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യമായി അദ്ദേഹം ചോദിച്ചത്. മൂന്നാമത്തെ കാര്യമായി അദ്ദേഹം ചോദിച്ചത് അജ്മൽ കസബിനും അഫ്സൽ ഗുരുവിനും വേണ്ടി പ്രാർത്ഥനകൾ നടത്തുകയും ഹമാസ് ഭീകരതയെ പിന്തുണയ്ക്കുകയും ചെയ്യുന്ന ഈ സംഘടനയ്ക്കൊപ്പം നിൽക്കുമ്പോൾ എന്തിനാണ് ഈ
മുഹമ്മദിന്റെ കാപട്യം എന്നും അദ്ദേഹം ചോദിക്കുകയുണ്ടായി. ഏതായാലും ഈ 3 ചോദ്യങ്ങൾ പ്രിയങ്ക വാദ്ര ഇതിൽ മറുപടി പറയണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ പ്രകടന പത്രികയുടെ അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇടത് വലത് മുന്നണികൾ മാറി മാറി ഭരിച്ചിട്ടും നിലമ്പൂരിനെ അവഗണിക്കുന്ന ഒരു വികസന പദ്ധതികളും ഒരുക്കാത്ത ഒരു നിലപാട് അതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അത് അക്കമിട്ട് നിരത്തുന്നു. ഒപ്പം നിലമ്പൂരിന്റെ സമഗ്ര വികസനത്തിന് ഏതൊക്കെ കാര്യങ്ങളാണ് ഇടപെടൽ നടത്തേണ്ടത്, ഏതൊക്കെ പദ്ധതികളാണ് ആവിഷ്കരിക്കേണ്ടത്, അത് കൃത്യമായി ആസൂത്രണം ചെയ്തുകൊണ്ടുള്ള ഒരു പ്രകടന പത്രിക തന്നെയാണ് BJP പുറത്തിറക്കി കഴിഞ്ഞത് അല്ലേ? തീർച്ചയായിട്ടും നിലമ്പൂരിലെ ജനങ്ങളുടെ കാതലായ പ്രശ്നങ്ങൾ അതിലൊരു ശാശ്വത പരിഹാരം എന്നുള്ളത് തന്നെയാണ് പ്രകടന പത്രികയിൽ പ്രധാനമായിട്ടും പറയുന്നത്. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിലമ്പൂരിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നങ്ങൾ എന്നുള്ളത് അവിടുത്തെ ഈ മലയോര ജനത അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ്. ആ മലയോര ജനതകൾ അനുഭവിക്കുന്ന പ്രശ്നം അതിനൊരു ശാശ്വത പരിഹാരം വേണമെന്നുള്ളതാണ് ഒരു കാര്യം. രണ്ടാമത്, നിലമ്പൂരിൽ ഏറ്റവും അധികം ഉള്ളത് ആളുകളിൽ ഒന്ന് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളാണ്. വനവാസി ഊരുകളിൽ വനവാസി ജനങ്ങളൊക്കെ വലിയ രീതിയിലുള്ള ദുരിതം അനുഭവിക്കുന്നുണ്ട്. അവരുടെ ഉന്നമനത്തിന് വേണ്ടി കേവലം ഈ ഊര് അല്ലെങ്കിൽ കോളനി എന്നുള്ള പേരൊക്കെ മാറ്റി അതിനെ ഉന്നതി എന്നാക്കിയത് കൊണ്ട് കാര്യമില്ല. അതിനപ്പുറം അവിടുത്തെ ആളുകൾ ഇപ്പോഴും നിലമ്പൂരിലെ വനാന്തരങ്ങളിൽ ടാർപോളിൽ വലിച്ചു കെട്ടിയ ഷീറ്റുമായി അങ്ങനെയുള്ള മേൽക്കൂരകളുള്ള വീടുകളിലാണ് അവർ താമസിക്കുന്നത്. അത്തരം ആളുകളുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് വികസന രേഖയിൽ മറ്റൊന്ന് പറയുന്നത്. മൂന്നാമതായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കഴിഞ്ഞ പ്രളയ സമയത്തും മറ്റും ഇവിടെ നിലമ്പൂരിൽ ധാരാളം പാലങ്ങളും മറ്റുമൊക്കെ തകർന്നിട്ടുണ്ട്. ഇതുവരെയും അത് നന്നാക്കിയിട്ട് പോലുമില്ല. അത്തരം കാര്യങ്ങളൊക്കെ പരിഹാരം കാണുമെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നിലമ്പൂരിലെ ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ളത് നിലമ്പൂർ നഗരത്തിലെ ഒരു ബൈപ്പാസ് ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്ക് അനുഭവിക്കുന്നു. ഇപ്പോഴും ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ പോലും നിലമ്പൂരിലെ ഈ പ്രധാന പാതയിൽ വലിയ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത്. ആ ഗതാഗത കുരുക്കിന് പരിഹാരം വേണമെങ്കിൽ അത് ആ ബൈപ്പാസ് യാഥാർത്ഥ്യമാവണമെന്നുള്ളതാണ്. ഇടത് വലത് മുന്നണികൾ മാറി മാറി ഭരിച്ചിട്ടും കഴിഞ്ഞ 30 വർഷമായിട്ട് ഈ ബൈപ്പാസ് നിർമ്മാണം എങ്ങുമെത്താതെ കിടക്കുന്നു. ആ ബൈപ്പാസിൽ ഭൂമി നൽകിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കതിൻ്റെ പണം ലഭിക്കാതെ അവരുടെ വീട് ഒന്ന് വിൽക്കാനോ വിലമാറാനോ ഒന്നും കഴിയാത്ത സ്ഥിതിയിൽ കിടക്കുന്നു. അതുകൊണ്ട് തന്നെ അതിൽ ഒരു പരിഹാരം കാണുക, ആ ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കുക എന്നുള്ളത് NDA സ്ഥാനാർത്ഥിയായ BJP സ്ഥാനാർത്ഥിയായ മോഹൻ ജോർജിനെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അത്തരം കാര്യങ്ങളിലൊക്കെ കൃത്യമായ നടപടി BJPയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവും എന്നുള്ളതാണ്. ഏതായാലും ഇത്തരം ഈ പ്രകടന പത്രികയിൽ അനവധി കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ പോലും അതിൽ ഏറ്റവും പ്രധാനമായി പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 6 മാസം മാത്രമാണ് സമയമുള്ളത്. ആ 6 മാസത്തിനുള്ളിൽ 3 കാര്യങ്ങൾ തീർച്ചയായും നടപ്പാക്കിയിരിക്കുമെന്ന് ഉറപ്പ് പറയുന്നു എന്നുള്ളതാണ് BJP പറയുന്നത്. ആ 3 കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഒന്ന്, നിലമ്പൂർ ആശുപത്രിയെ ക്യാൻസർ സ്പെഷ്യാലിറ്റി ആശുപത്രിയാക്കി മാറ്റും എന്നുള്ളതാണ്. രണ്ടാമത്, നിലമ്പൂരിൽ നിന്നും ഗുഡലൂരിലേക്കുള്ള പാത, ആ പാതയെ ദേശീയ പാതയാക്കി മാറ്റും എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യമായിട്ട് പറയുന്നത് നിലമ്പൂരിൻ്റെ റെയിൽവേ വികസനം, അത് എത്രയും വേഗം സാധ്യമാക്കും. ഈ 6 മാസം സമയം ലഭിക്കുകയാണെങ്കിൽ അതിൽ അത്തരം കാര്യങ്ങളിലും കൃത്യമായ നടപടി ഉണ്ടാവും. ഈ 3 കാര്യങ്ങളിൽ അടിവരയിട്ട് ഉറപ്പ് പറയുന്നു. ഈ കഴിഞ്ഞ 60-70 വർഷമായി ഇടതും വലതു മുന്നണികളെ മാറി മാറി പരീക്ഷിച്ചിട്ടും അവർ ഈ നിലമ്പൂരിൻ്റെ വികസനത്തിന് യാതൊന്നും ചെയ്യാതെ ഇപ്പോഴും വർഗീയ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമിയെയും PDPയെയും ഒക്കെ കുറിച്ച് പറഞ്ഞ് ആ വർഗീയ പ്രീണന നയങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ NDA മുന്നോട്ട് വെക്കുന്നത് വർഗീയ രാഷ്ട്രീയമല്ല, അല്ലെങ്കിൽ പ്രീണന രാഷ്ട്രീയമല്ല, വികസന രാഷ്ട്രീയമാണ്. രാജ്യമെമ്പാടും നരേന്ദ്രമോദി സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന വികസനം അത് നിലമ്പൂരിലേക്കും എത്തണമെങ്കിൽ, വികസിത നിലമ്പൂർ യാഥാർത്ഥ്യമാവണമെങ്കിൽ NDAക്ക് വോട്ട് ചെയ്യണം, BJPക്ക് വോട്ട് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് ഈ പ്രകടന പത്രികയിൽ പ്രധാനമായും പറഞ്ഞു വെക്കുന്നത്. സുരേഷ്, നിലമ്പൂരിൽ നിന്നും അരുൺ ആലത്തൂരാണ് വിശദാംശങ്ങൾ നൽകിയത്.